മലപ്പുറം കൊണ്ടോട്ടി മേലങ്ങാടി GVHSSൽ അപകട ഭീഷണി ഉയർത്തുന്ന ചുറ്റുമതിൽ പൊളിച്ചു നീക്കിയില്ല. 10 അടിയിലേറെ ഉയരമുള്ള ചുറ്റുമതിൽ ഏത് നിമിഷവും തകരാവുന്ന നിലയിലാണ്. മതിലിന്റെ ഒരു ഭാഗം നേരത്തെ തകർന്നിട്ടും സ്കൂൾ അധികൃതർ അനാസ്ഥ തുടരുകയാണ്. മതിലിനോട് ചേർന്നാണ് നിരവധി കുട്ടികൾ സഞ്ചരിക്കുന്നത്. അഷ്കർ അലി കരിമ്പയുടെ റിപ്പോർട്ട്. കൊണ്ടോട്ടി മേലങ്ങാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 2ാം ഗേറ്റിൻ്റെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ ഗേറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നൊരു ദൃശ്യമാണ് ഈ മതിൽ എന്ന് പറയുന്നത്. മുമ്പ് സ്കൂളിന് ഉപയോഗിച്ചിരുന്ന ചുറ്റുമതിലായിരുന്നു. നിലവിൽ അത് പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങേയറ്റം ആശങ്കപ്പെടുത്തൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇതിൻ്റെ തൊട്ട് സമീപത്ത് കൂടെ ഒരു വഴിയാണ്, നിരവധി വീടുകളിലേക്കുള്ള വഴിയാണ്. മാത്രമല്ല ഇവിടെയുള്ളൊരു ചെറിയൊരു വ്യാപാര സ്ഥാപനമുണ്ട്, അതിലേക്കുള്ള വഴി. അതുകൊണ്ട് തന്നെ 100 കണക്കിന് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന ഒരു വഴിയിലാണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ ഒരു മതിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ പരിസരവാസികളൊക്കെ തന്നെ നമ്മുടെ കൂടെയുണ്ട്. നേരത്തെ തന്നെ അവർ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരെ അറിയിച്ചതൊക്കെ തന്നെയാണ്. പക്ഷേ ഇതുവരെ ഇത് പൊളിച്ചു നീക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് ഇത് ഒരു 5 അടി ഉയരത്തിലുള്ള ഒരു മതിലാണ്. ആ മതിൽ മുകളിലേക്ക് ചെങ്കല്ലും അടിക്ക് അതിൻ്റെ തറൻ്റെ ഭാഗത്തേക്ക് കരിങ്കല്ലും ആയിട്ടായിരുന്നു ആ മതിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രപ്പോസൽ വന്നൊരു 10-20 ബാത്റൂം ഇവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മണ്ണും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയപ്പോഴാണ് ഇത് ഇത്ര ഹൈറ്റിൽ 10 അടിയോളം ഉയരത്തിൽ ഈ മതിൽ ബാക്കി ഇങ്ങനെ വന്നത്. ഇപ്പോൾ അത് ഇൻ്റർവെൽ സമയത്തൊക്കെ 2500-ലധികം കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ 100-300 കുട്ടികൾ എപ്പോഴും കൂടി നിൽക്കാറുണ്ട് ഈ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ ഈ മതിലുമേലാണ് അവർ ചാരി നിൽക്കാറ്. ഇത് പൊളിഞ്ഞു വീഴാൻ 100% സാധ്യത ഉണ്ട്. സ്കൂളിലെ കുട്ടികൾ മാത്രമല്ല, ഇതിലൂടെ ഒരുപാട് വീടുകളുള്ളതാണ്. ഈ പരിസര പ്രദേശത്തുള്ള കുട്ടികൾ തന്നെ കളിക്കാനും മറ്റുമായിട്ട് പോകുന്നതും കളി കഴിഞ്ഞാൽ ഈ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വിശ്രമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. PTA അംഗം കൂടി നമ്മുടെ കൂടെയുണ്ട്. ഇതിൽ PTA ഇതുവരെ ഇത് ശ്രദ്ധപ്പെട്ടിട്ടില്ല, ഇതുവരെ ഒരു പരാതി അറിയിക്കുകയൊന്നും ചെയ്തിട്ടില്ല. PTA പരാതി അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ പൊളിച്ചിട്ട് മാറ്റിയിട്ട് പണിയാനും വേണ്ടിയിട്ടുള്ള ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഈ ഒരു വിഷയത്തിന് എന്തോ ഒരു ഇത് കാലതാമസം വന്നിട്ടുണ്ട് എന്നുള്ള സത്യം തന്നെയാണ്. ഒരു കാലതാമസം വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെക്കാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം അങ്ങേയറ്റം അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഈ മതിൽ നിൽക്കുന്നത്. നമുക്കതിൽ പല ഭാഗങ്ങളും എത്തരത്തിൽ അതിൻ്റെ പൊളിഞ്ഞ നിലയിലും അതുപോലെ തന്നെ വെണ്ടുകീറിയ നിലയിലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു ഹൈറ്റിലാണ്, ഏകദേശം 10-12 അടിയോളം ഹൈറ്റിലാണ് ഈ മതിൽ നിൽക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ അടിത്തറ അടക്കം മുകളിലേക്ക് വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ഉറപ്പുമില്ലാതെയാണ് ഈ മതിലിൻ്റെ നിലവിലെ സാഹചര്യം. കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് അടിയന്തരമായി ഉത്തരവാദിത്തപ്പെട്ട ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഒരു ദുരന്തത്തിലായിരിക്കും ഈ മതിലും കലാശിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ദുരന്തം സംഭവിച്ചതിന് ശേഷം നടപടി എടുത്തിട്ട് കാര്യമില്ല. ഇപ്പോഴാണ് ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ണു തുറന്ന് കാണേണ്ടതും അടിയന്തരമായി ഇടപെട്ട് നടപടികൾ സ്വീകരിക്കേണ്ടതും. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങരയ്ക്കൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.